ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് ഇന്നലത്തെ ഇതിന്റെ ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് മധുരയിലെന്ന് അറിയണ്ടേ? മാനം നീലം കടല് കടുനീലം കൊടുങ്കാട് നീലം മൗനം നീലം പ്രണയവനിക ശംഖുപുഷ്പങ്ങൾ നീലം മേഘം നീലം തരളമിഴികൾക്കുള്ളിലും കൃഷ്ണനീലം മായാ നീലത്തെളിമ തെളിയും നീലമെന്നിന്ദ്ര നീലം. ഇങ്ങനെ നീലബാലന്റെ കഥ നമ്മള് ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. ഇപ്പൊ ജരാസന്ധൻ എന്താണ് ആലോചിക്കുന്നത്? അത്ര കുറച്ച് സൂത്രശാലിയാണ് ആ കൃഷ്ണൻ. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഇവര് പറയുന്നതനുസരിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റൂല. ഈ ചാരന്മാരെന്തൊക്കെയാ നമുക്ക് കഥകൾ കൊണ്ടു തന്നിട്ടുള്ളതൊക്കെ വളരെ വിചിത്രങ്ങളായ കഥകളല്ലേ. എന്നിട്ട് അവര് പിന്നീട് ഭീഷ്മരോട് ചേരും, ദുര്യോധനന്റെ സഹായിയാന്ന്. പക്ഷെ ഭീഷ്മർക്ക് അതിൽ എതിർപ്പുണ്ട്. അങ്ങനെ അയ്യോ, പരശുരാമനോട് പോലും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ആളല്ലേ. അതുകൊണ്ട് നമുക്ക് ശത്രുക്കൾക്ക് ശക്തി ഉണ്ടാക്കുന്ന വിധത്തിലാവാൻ പാടില്ല. നമ്മള് കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത കാര്യത്തിലേക്ക് നീങ്ങാനെന്നിങ്ങനെ ജരാസന്ധന്റെ ചിന്ത സഞ്ചരിക്കുന്ന സമയത്ത് എന്താ വിചാരിക്കുന്നത്? വേരക്കിടാവിന്റെ രാജാവപ്പം ധൃതിപ്പെടേണ്ട കാര്യമില്ല, അത് മെല്ലെ മതിയല്ലോ. ജരാസന്ധൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഗോപാലനും അവന്റെ ജ്യേഷ്ഠനും പോയത് ഗംഭീരമായ ലക്ഷ്യം വെച്ചുകൊണ്ടെങ്കിൽ ആയിരിക്കും അവര് പോയെന്നാ പറയുന്നത്. ഭയങ്കര രാജ്യതന്ത്രജ്ഞതയാണ് അവന്. അവൻ സാധാരണക്കാരനല്ല. എന്നാലും അടുത്തതിൽ നമുക്ക് എന്തായാലും അവരെ കീഴ്പ്പെടുത്തണം. ജരാസന്ധൻ ഇതുവരെ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് ജരാസന്ധൻ. അങ്ങനെ അവരോട് ആജ്ഞാപിച്ചു. ആ കാലിച്ചെറുക്കൻ സഹ്യാദ്രിയിലേക്കാണ് പോയിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്, ഞാൻ കേട്ടത്. മധുരയിൽ നിന്ന് ഉഗ്രസേനന്റെ ദൂതന്മാർ വന്നിരുന്നു. ഇന്നലെ രാത്രി തന്നെ അവർ കരവീരപുരം കടന്നിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അന്വേഷിച്ച 5 ദിവസത്തിനുള്ളിൽ എന്നെ വേറെ അറിയിക്കണം എന്ന് പറഞ്ഞു. ചാരന്മാർ വിട വാങ്ങി. ഇപ്പൊ സൈനികന്മാരോട് പറഞ്ഞു വിശ്രമിച്ചോളൂ. അപ്പം ഇനി നമുക്ക് തൽക്കാലം ഒരു യുദ്ധമില്ല, അതുകൊണ്ട് വിശ്രമിച്ചോളൂ പറഞ്ഞു. ഇനി യാത്ര സാവധാനം മതി. അന്വേഷിച്ചു വന്ന സ്ഥലം വിട്ടിരിക്കുന്നു, നിങ്ങൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് ആര് സൈനികന്മാര് കൈനിലകളിലേക്ക് പോയി. ഭടന്മാരവർക്കൊരു സന്തോഷമായില്ലേപ്പ. അപ്പൊ നമുക്കിനി ഏട്ടന്റെ അനിയന്റെ കൂടെ അല്ലേ കുറച്ച് സമയത്തൊക്കെ കൊണ്ടത്. ജരാസന്ധന്റെ കൂടെ എല്ലാം നിൽക്കുന്നതിലൊരു സുഖമില്ല. അടുക്ക് നമുക്ക് നമ്മളെ പൊന്നുണ്ണിക്കണ്ണന്റെയും ആ ഏട്ടന്റെയും കൂടെ ഒന്ന് തർക്കി തടിച്ചിട്ട് വരാം. രാമദഗ്നന്റെ ആശീർവാദം സ്വീകരിച്ച് രാമനും കൃഷ്ണനും യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങിയ സമയമായിരുന്നു. അവിടുന്ന് ഇപ്പൊ പോണ്ടേ. ഇപ്പൊ പരശുരാമൻ പൊടുന്നതിന് മുമ്പിലെത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 പേര് മാത്രം ഗോമന്തത്തിലേക്ക് പോകണ്ട, ഞാനും ഒപ്പം വരാം. നിങ്ങൾ അവിടെ ആക്കിയതിന് ശേഷം ഞാൻ മഹേന്ദ്രത്തിലേക്ക് മടങ്ങിക്കൊള്ളാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗോമന്തം വളരെ ദുർഗമമായ വനമാണ്. അവിടെ എത്താനുള്ള വഴിത്താര അതിനേക്കാൾ വിഷമം പിടിച്ചതുമാണ്. വനത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നവരില്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് കാട്ടുജാതിക്കാർ ഉണ്ടാകും സഹായിക്കുവാൻ. നിഷ്കളങ്കരായ മനുഷ്യർ, ചതിക്കുവാൻ അവർക്കറിയുകയില്ല. കാട്ടുജാതിക്കാരുണ്ടാവും സഹായിക്കാൻ. അവര് നിഷ്കളങ്കന്മാരാണ്, അവർക്ക് ചതിക്കാൻ അറിയും ചെയ്യില്ല. പാവങ്ങളാണ് അവര്. അവർ നമുക്ക് വഴികാട്ടികളാകും. ഇപ്പോൾ വന്നെത്തി കാമധേനു കൊണ്ടുവാ. നിങ്ങളെ കണ്ടിട്ട് പാൽ ചുരത്തി നിൽക്കുന്നു. ഗോപാലനെ കണ്ടാൽ ഗോമാതസ്നേഹം പ്രകടിപ്പിക്കാതിരിക്കോ? ഇല്ലല്ലോ. കാമധേനുവിന് ആമോദം നൽകുവാൻ നറുമ്പാൽ കുടിച്ച് നമുക്ക് യാത്ര തുടരാം. വന്നവാടങ്ങ് പാലങ്ങ് ചുരത്തി കൊടുത്തു കാമധേനു. എന്റെ പൊന്നുണ്ണിക്കണ്ണ് വേണ്ടുവോളം കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാമധേനു നൽകിയ നറുമ്പാൽ കുടിച്ചുകൊണ്ട് അവർ മൂവരും ഗോമന്തത്തിലേക്ക് നടന്നു. 3 അഗ്നികൾ പോലെയാണ് അവരുടെ തേജസ്. 3 അഗ്നികൾ പോകും പോലെ പോയി അവര്. ഒരുപാട് വിഷമം കൂടാതെ ഗോമന്തത്തിന്റെ താഴ്വരയിലേക്ക് എത്തുകയും ചെയ്തു അവര്. രാമകൃഷ്ണന്മാർ ആ പർവ്വതം നോക്കി, അയ്യോ ഇതാ ഏതോ പർവ്വത, എന്തെന്നിത്, ആകാശത്തിന് മുട്ടി നിൽക്കുന്നല്ലോ എന്നുള്ളൊരു ആശ്ചര്യം പോലെ ഉണ്ണിക്കണ്ണൻ ഒന്നും അറിയാതെ ഒരാളെ മാതിരി അത്ഭുത സ്തബ്ധനായി എന്നാണ് പറയുന്നത്. വാനം മറച്ചു നിൽക്കുന്ന, ആകാശം മറച്ചു നിൽക്കുന്നത്. മതയാനകൾ മത്തരായി കുത്തിപ്പിളർന്ന പാറക്കെട്ടുകളുണ്ട്. ശ്രവണപുടത്തിന് കാതിന് നല്ല ഇമ്പം പകർന്ന ഗാനം പൊഴിക്കുന്ന
വർണ്ണ വസ്ത്രങ്ങൾ ചൂടിയ മനോഹരികളായ പക്ഷികളുണ്ട്. പക്ഷികളുടെ ചിറകിന് പലതരം വർണ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പക്ഷികളുണ്ട്. നാട്ടിലുണ്ടാവുന്ന പോലത്തെ പക്ഷികളൊന്നുമല്ല. ആഴത്തിൽ പതിക്കുന്ന ജലപാതത്തിൽ നിന്നും ഉയരുന്ന ഗംഭീരമായ ഘോഷം അത് വേറൊരു ഭാഗത്തുണ്ട്. പിന്നെ പർവ്വതത്തിന്റെ പള്ളയിലൂടെ ചെങ്കൽ നിറം കലർന്നൊഴുകി വരുന്ന കുഞ്ഞരുവികളുണ്ട്. ഓടിച്ചാടി കുതിച്ചു തുള്ളി വിഹരിക്കുന്ന സിംഹമുണ്ട്, കടുവയുണ്ട്, കാട്ടിയുണ്ട്, കരടി, കാട്ടുപോ, മാൻ, പൊരുതുന്ന താവളങ്ങൾ, കാതിൽ ഓല ചാർത്തി കഴുത്തിൽ കല്ലുമാലയിട്ട് സഞ്ചരിക്കുന്ന കാട്ടുവർഗക്കാർ. പാവങ്ങൾ, അവരും മൃഗങ്ങളും തമ്മിൽ നല്ല ഐക്യതാണ്. അവരെ മൃഗങ്ങളൊന്നും ചെയ്യൂല. കറുത്തു മിന്നുന്ന ദേഹത്തിൽ ഓടലെണ്ണ പുരട്ടി കൈതപ്പൂവും കരത്തിലെന്തി കന്മതപ്പൂവും ചൂടി കൽപ്പടവുകൾ പോലുള്ള പാറപ്പടവുകൾ കയറുന്ന യുവതികൾ. ഒരു പേടിയില്ല, അവരൊക്കെ അതെല്ലാം ഇഷ്ടം നല്ലോണം അറിയുന്ന സ്ഥലമല്ലേ. ഇലഞ്ഞിയും സാലവും ഹിന്ദാലവും ചമ്പകവും ഇടതെങ്ങി വളർന്ന് കടന്നു പോകുവാനാവാതെ ഞെരുങ്ങി നിൽക്കുന്ന തടപ്രദേശങ്ങൾ എല്ലാം കണ്ടും ഉൾക്കൊണ്ടും ഭീഷണമായ ഗോമന്തത്തെ അവർ നോക്കി നിന്നുപോയി. അത്രയും ഗംഭീരായിരുന്നു ഗോമന്തം. അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിലെടുത്ത് ഉയർത്തിയ ആ പർവ്വതമൊന്നും അല്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. പരശുരാമൻ പറഞ്ഞു, കേശവ, ദുർവാരമായ പർവ്വതമാണ് ഗോമന്തം. പശ്ചിമാതിൽ ഭീഷണമായ വനതടവും ഇത് തന്നെയാണ്. നമുക്ക് പാർക്കുവാൻ ഇതിൽപ്പരം നല്ലൊരു ആലയം ലഭിക്കുവാനില്ല. ഇവിടെ ആരും പെട്ടെന്ന് എത്തിപ്പെടൂലെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൂവരും ഗോമന്തത്തിലേക്ക് കടന്നു. മേഘങ്ങളുടെ നിറം ഏതെന്ന് പോലും അറിയുവാനാവുന്നില്ല. അത്രയും ഗംഭീരമായ പച്ചില മേലാപ്പിന് താഴെ മരങ്ങളിങ്ങനെ അട്ടത്തൂർന്നിട്ട് ഇതിന്റെ അടുക്കൊരു മേലോട്ടൊക്കെ ഒന്നും കാണുന്നില്ല. വനത്തിന്റെ ഗർഭതടത്തിലൂടെ അവർ മുകളിലേക്ക് കയറി. വനതരുവിൽ നിന്നും തേനൂറ്റുന്ന വനചരന്മാര്, വനത്തിന്റെ തേൻ കൂടെ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ തേനെടുക്കുന്ന ആൾക്കാര്, അവരെ കണ്ട് ഓച്ചാനിച്ച് അടുത്ത് വന്നു. സ്നേഹനിർഭരമായവർ തേനും നല്ല പുനലും കാഴ്ചയായി വെച്ചു തേൻ കൊടുത്തു. ചിലങ്കി അണിഞ്ഞ വനതരുണിമാർ പഴങ്ങൾ പച്ചിലയിൽ കൊണ്ടുവന്നു, അതും കൊടുത്തു. പ്രകൃതി കനിഞ്ഞു നൽകിയ നിശബ്ദതയിൽ അവർ സന്തോഷം പങ്കിട്ടു. അവർ വനതരുണിമാരായാലും അവർക്ക് വിവരമില്ലേ. പച്ചിലയിൽ ഇങ്ങനെ കൈമിണ്ട അതൊന്നും ഓർത്ത് അങ്ങനെയല്ലല്ലോ കൊടുക്കുന്നത്, ഇലകളിൽ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തു. അങ്ങനെ വനഭോജനം ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് ആകാശത്ത് ദേവന്മാര് നിരന്നു നിന്നു. ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക് വനചരന്മാരോടൊപ്പം ഗരുഡവിക്രമരായവർ കടന്നു കയറി. മൂന്നാളും ഒരുപോലെയല്ലോ, ഒന്നിനൊന്ന് മെച്ചല്ല മൂന്നാളും. ഗോമന്തത്തിന്റെ ഉയരങ്ങളിലേക്ക് അവർ ചെന്നു. നിസ്വാർത്ഥരും അതുപോലെ നിഷ്കളങ്കരും ആയ വനവേടന്മാര് സന്തോഷത്തോടെ ജഗൽപിതാക്കളെ ഗോമന്തത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു, വഴികാട്ടിക്കൊടുത്തു. അവര് വനചരന്മാരുടെ സഹായത്തോടെ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് രാമകൃഷ്ണന്മാർക്ക് താമസിക്കാൻ തൽക്കാലത്തേക്ക് ഒരു പാർപ്പിടം ഭാർഗവരാമൻ നിർമ്മിച്ചു. മനോഹരമായ ഒരു പർണശാല തന്നെയായിരുന്നു അത്. ഇന്നത്തെ മാതിരി ഇഷ്ടികയും അല്ലെങ്കിൽ കല്ലും അല്ലെങ്കിൽ സിമെന്റും പൂഴിയൊന്നും വേണ്ടല്ലോ, പെട്ടെന്നായി. അടുത്ത പ്രഭാതത്തിലത്തെ പരശുരാമൻ അവരോട് യാത്രാനുമതി വാങ്ങി. ഇനി ഞാൻ പോയിക്കോട്ടെ. ദാനവന്മാരെ മുച്ചൂട് നശിപ്പിച്ച് ഭൂഭാരം തീർക്കുവാൻ ജനിച്ചിരിക്കുന്ന ജഗൽപിതാവാണ് അങ്ങ്. അങ്ങയെ സഹായിക്കുവാൻ അനന്തൻ രാമനായി ജനിച്ചിരിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം. ജരാസന്ധനുമായുള്ള യുദ്ധം വരുമ്പോൾ ആയുധ ഗുണവും രണത്തിന്റെ കർക്കശമായ രൂപവും നീ സ്വയം ചെയ്യേണ്ടതാണ്. ദേവ, യുദ്ധത്തിൽ ചക്രവും ഗദയും എടുത്ത് കാണുകയാണെങ്കിൽ നിന്നെ ദേവരാജൻ പോലും ഭയപ്പെട്ടു പോകും. പിന്നല്ല, അത്ര ഗംഭീരാന്നുണ്ണി. പോരിന് ഊന്നുന്ന മന്നവർ സ്വർഗത്തിൽ പോകാൻ ഉത്സാഹിച്ചു നിൽക്കുകയാണ്. അതായത് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർക്കൊന്ന് വേഗം വെണ്ണേറിയാ മതി എന്നുള്ള ഭാവത്തിലാണ് അവര് നിൽക്കുന്നത്. നീ അവരെ ഉടൻ വിടണമെന്ന് പ്രാർത്ഥിച്ച് ധരണി ഏകവേണീധരയായി എന്നെ ഉറ്റു നോക്കുന്നുണ്ട്. മാനത, അങ്ങേക്ക് വിജയം ലഭിക്കട്ടെ. ഇത് സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി തിരക്കിട്ടിട്ട് ഈ യോദ്ധാക്കള് നിൽക്കുന്നു. അപ്പൊ ഒന്നത്രയും വേഗം അവരൊന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ട് ഭൂമിദേവി അങ്ങേ തന്നെ നോക്കിക്കണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിജയ ആശിസ് ഇങ്ങനെ നൽകി ഭാർഗവൻ പർവ്വതമിറങ്ങി. തടമെത്തിയ പരശുധരൻ പർവ്വതത്തെ തിരിഞ്ഞു നോക്കി. ഭീഷണമായ പർവ്വതം രാമകൃഷ്ണന്മാരെ ഗർഭത്തിലാക്കി നിന്നു. അല്പം നോക്കി നിന്ന ശേഷം പരശുരാമൻ തടം താണ്ടി കരവീരപുരത്തേക്ക് നടന്നു. എന്താ ഭക്തി പരശുരാമനി. ഭാർഗവനും വനചരന്മാരും പോയതിനു ശേഷം
കേശവനും ബലരാമനും എല്ലാവരും പോയി. എല്ലാവരും ഒരേഴാക്കിട്ട് പോയി. അപ്പൊ പർവ്വതം ഒന്നും ചുറ്റി നടന്ന് കണ്ടാലോട്ടാ നമുക്ക്. ഓ ആയിക്കോട്ടെ എന്നാ നമുക്ക് കാണാലോ, നമുക്കിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചുറ്റി നടന്ന് കണ്ട് മനോഹരമായ അനവധി പൂക്കൾ കൊണ്ട് ഉടയാട് ചാർത്തി നിൽക്കുന്ന ഗോമന്തം അവരിൽ ആഹ്ലാദം തന്നെ ഉണ്ടാക്കി. നിരവധി ചിത്രശലഭങ്ങൾ പൂക്കളെ പോലെ ചെടികളിൽ പറ്റി നിന്നു. ചിത്രശലഭങ്ങൾ കാണുമ്പോ പൂക്കളാന്നും തോന്നും. പല വർണ്ണത്തിലുള്ള പക്ഷികൾ ശ്രുതിമധുരമായ ഗാനം പൊഴിച്ചുകൊണ്ട് കേശവൻ ചുറ്റും പറന്നു നടന്നു. മന്ദമാരുതൻ നിലകളിൽ താളമിട്ട് ഗാനത്തിന് കൊഴുപ്പേകുകയും ചെയ്തു. പോരെ, എന്തൊക്കെയാ നോക്കിയാൽ ആ പ്രകൃതിയുടെ ഒരു വിസ്മയം. പീത നിറത്തിലും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വനമാല അണിഞ്ഞ് നീല ശ്വേതാംഗരായ അവർ വാനിൽ മേഘങ്ങൾ എന്ന പോലെ, വെളുത്ത മേഘം ഉണ്ടാവും, നീലമേഘം ഉണ്ടാവൂലേ, സഞ്ചരിച്ചു. ഇലിഞ്ഞിപ്പൂക്കൾ കോർത്തും ഇലവർങ്ങത്തറയിൽ ഇരുന്നും ഗോപീലോചന ജാതകത്തിന് മഴക്കാറാരി ഭക്തർക്കെഴുന്നാപ്പൽ സർപ്പതതിക്കവൻ ഗരുഡൻ ആർമൂലോക ചൂടാമണി ശ്രീകാന്താമണി രുക്മിണിക്കുടയ മാർത്തട്ടിന്റെ ആഭൂഷണൻ ചേതസ്സേ കണമുമ്പർ ഗോപരണിയും സന്ദേയ ചൂടാമണി. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇവർക്ക് ഇതൊന്നും അറിയുന്നില്ല. സന്തോഷം വരുമ്പോ സമയം പോകുന്നത് അറിയില്ല, സങ്കടം വരുമ്പോ സമയം പോവേയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അറിഞ്ഞില്ല സമയം പോയത്, ദിവസങ്ങള്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ തങ്ക കുങ്കുമച്ചാറിൽ ഇങ്ങനെ ഗോമന്തത്തിനങ്ങനെ കഴുകി. ആ സായാഹ്ന സൂര്യന്റെ പ്രഭകള് ഗോമന്ത പർവ്വതത്തിൽ അങ്ങനെ ശോഭ കൂട്ടി. ബലരാമൻ കേശവനെ കൂടാതെ പർവ്വതം കാണുവാൻ നടന്നു. എന്തിനങ്ങനെ അങ്ങനെ കൂട്ടാണ്ട് പോയിനി? പൂത്ത നീലക്കടമ്പുകൾ നിരയിട്ടൊരു ഭാഗത്താണ് എത്തിച്ചേർന്നത് സംഘർഷന്. കമ്പുകളിൽ നീപങ്ങളുടെ ഛായയിൽ ബലരാമൻ ഇരുന്നു. മഞ്ഞിന്റെ നേർത്ത പാടയിലൂടെ കടന്നു വന്ന സൂര്യവെളിച്ചം 1000 മാരിവില്ലുകൾ അവിടെ വിടർത്തി. നേർത്തതും അതുപോലെ സുഗന്ധം വഹിക്കുന്നതും മദഗന്ധമുള്ളതുമായ ഇളം കാറ്റ് വനതടം കയറി വന്നു. ബലരാമനെ പുണർന്നു. മദ്യത്തിന്റെ ഗന്ധവുമായി കാറ്റ് വന്ന് തഴുകിയപ്പോൾ ആഹഹ, അപ്പൊ മൂപ്പർക്കൊരു തോന്നല് തോന്നിയേ, അല്പ സേവിച്ചാൽ എന്താ, അല്പ സേവിക്കാന്ന് വിചാരിച്ചു സംഘർഷണൻ പൂർവകാലത്തെ അമൃതപാനം ഉള്ളിൽ നിറയിട്ടുണർന്നു. മുമ്പേ മദ്യപിച്ചിട്ടുണ്ടായത് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നു. വാരുണ്യയുടെ ഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്ന് ബലരാമൻ അന്വേഷിച്ചു. ആതുരനായി സങ്കടം വന്നുപോയി. തൃഷ്ണാബദ്ധനായുള്ള ആ യാത്ര ഒരു മരത്തിന്റെ ചുവട്ടിൽ അവസാനിച്ചു. വർഷം മുഴുവനും പോയിട്ട് നിൽക്കുന്നതും മധുഗന്ധബദ്ധവുമായ ഒരു മരത്തിന്റെ ഓടരത്തിൽ നിന്നുരഞ്ഞ് ഹൃദ്യമായ മദ്യം ഒഴുകി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ അറിയില്ല. അത് ബലരാമൻ കണ്ടു. ആഹ്ലാദത്തോടെ സൂര്യ ബലരാമ മോന്തി കുടിച്ചു. തോന്മത്തനായി, സീരി അരുണവർണ്ണനായി, കണ്ണ് കലങ്ങി, ശരൽക്കാല ചന്ദ്രനെ പോലെ വിളങ്ങി. കദംബ വൃക്ഷത്തിന്റെ പോതിൽ പൂതി വളർത്താനുണർന്ന മദ്യം കാദംബരിയായി. കാദംബരി മനസ്സിൽ കാമമുണർത്തി. അയ്യോ പോരെ പൂരം. മതമത്തനായ ബലരാമൻ കടമ്പിന്റെ പൂക്കളെ മെത്തയാക്കി വർണ്ണോത്ഭവയായ പ്രകൃതിയുടെ കാന്തിയിൽ അഭിരമിച്ചിരുന്നു. അപ്പോ ബലരാമൻ ഇങ്ങനെ പ്രകൃതിയിൽ ആഹ്ലാദം കൊണ്ടിരുന്ന സമയത്ത് മനോരഞ്ജകമായി നോപുരങ്ങളുടെ ധ്വനി കാതിൽ വന്ന് വീണു. ആഹാ, സംഘർഷണം ഞെട്ടി ഉണർന്നു. എവിടെ നിന്നാണ് ഈ നോപുരധ്വനി? നല്ല അരമത്ത് ഇല്ല നോപ്പറ്. എവിടെ നിന്നാണ് ഈ ശബ്ദം? രചനകളിൽ താളമിടുന്ന ചിലമ്പുകളുടെ ചിരിയും കേൾക്കുന്നു. ആരാണ് നൃത്തം ചെയ്യുന്നത്? ഇലച്ചില്ലകൾക്കിടയിലൂടെ ബലരാമൻ ശ്രദ്ധിച്ചു. ആശ്ചര്യവും അതുപോലെ അത്ഭുതവും ഒന്നിച്ച സമയത്ത് വാരുണി സേവ കൊണ്ട് മനം കലങ്ങിയതാണോ എന്ന് പോലും സംഘർഷൻ സംശയമുണ്ടായി. ഞാനിത് മദ്യപിച്ചിട്ട് എന്റെ മതിഭ്രമാണോ എന്ന് തോന്നിപ്പോയി.
കണ്ണു തിരുമ്മി ബലരാമൻ ആ കാഴ്ച വീണ്ടും ശ്രദ്ധിച്ചു. സഞ്ചരിക്കുന്ന ദീപശിഖകൾ പോലെ 3 യുവതികൾ നടന്നു വരുന്നു. കണ്ണു തിരുമ്പി നോക്കി. എപ്പോഴും കാണുന്നുണ്ട്, സത്യം തന്നെ. അരയന്നത്തിന്റെ പദചലനം പോലെ ശോഭയാർന്ന ആ സഞ്ചാരം സംഘർഷണനിൽ കാമഭാവം ഉണർത്തി. ബലരാമൻ അവരെ തന്നെ ശ്രദ്ധിച്ചു. എങ്ങോട്ടാ ഇവര് പോകുന്നറിയണ്ടിപ്പം. ദേവനാരിമാരായിരുന്നു അത്ര അവര്. മധുര, കാന്തി, ശ്രീദേവി എന്നിങ്ങനെ നാമങ്ങളുള്ള തരുണിമാർ രാമന്റെ സമീപം എത്തി. എന്നിട്ടോ മധുര തൊഴുതുകൊണ്ട് പറഞ്ഞു, ദേവാ, നിന്റെ കാന്തയാകുവാനുള്ള അഭിമതത്തോടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബടവാനിലനോട് തുല്യനായ അങ്ങയുടെ ശക്തി അറിയുവാനാണ് ഞാൻ എത്തിയത്. ബടവാനിലൻ കാട്ടുതീ. പുഷ്പചക്രങ്ങളിൽ പറ്റുന്ന അല്ലികൾ തോറും ഞാൻ വസന്തത്തിൽ വസിച്ചു. പിന്നെയോ വാസന്തീലതകളുടെ പൂങ്കുലകളുടെ അകത്തേറലായി ഞാൻ ഉണർന്നിരുന്നു. ദേവാ, നിന്നിലുള്ള ആഗ്രഹമാണ് എന്നെ ജീവിപ്പിച്ചത്. കടമ്പൻപൂവിലും താമരയല്ലിയിലും ഞാൻ ഇരുന്നു. പക്ഷേ ദേവാ, എനിക്കെന്നും അങ്ങയിൽ വസിക്കുവാനാണ് പ്രിയം. പാലാഴി കടഞ്ഞ നാളിൽ പിതാവായ വരുണനാണ് എന്നെ പൂർണ്ണയാക്കി ഇങ്ങോട്ട് അയച്ചത്. കാമപ്രാർത്ഥിനിയായി വന്നു നിൽക്കുന്ന എന്നെ സ്വീകരിച്ചാലും എന്തു പറഞ്ഞു മധുര. മധുര പറഞ്ഞ കള്ളിന് അർത്ഥമുണ്ട്, പേരുണ്ട്. ആ സമയത്ത് കാന്തി ബലരാമന്റെ പാദങ്ങൾ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ദേവാ, മധുരയെ പോലെ തന്നെ നിന്നിൽ ആഗ്രഹം വെച്ച് വന്നവളാണ് ഞാനും. പനിമനിയുടെ സുവർണ ശോഭയിൽ മതിമയങ്ങിപ്പോകാതെ നിന്റെ ഇഷ്ടം കൊതിച്ച് ഞാൻ എത്തി. നാഥ, എന്നെ പൂർണ്ണകാമയാക്കിയാലും. ആയില്ലേ, എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഇദ്ദേഹം? ശ്രോണിയിൽ നിന്നും ഇഴഞ്ഞെറിഞ്ഞ പട്ടുവസ്ത്രം തെല്ല് വലിച്ചിറക്കിക്കൊണ്ടും കണ്ണുകളിൽ കന്മദബാഷ്പം ഉണർത്തിക്കൊണ്ടും ഗുരുത്തക്കേട് ഓരോന്ന് വരാൻ തുടങ്ങിയേ. കാന്തി ബലരാമന്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. രണ്ടാമത്തെ ആള്. ഈ നിമിഷത്തിൽ ശ്രീദേവി ബലരാമന്റെ പാദത്തിൽ നമസ്കരിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, മധുരമായിട്ട് പറഞ്ഞു, രാമാ, നീ രാമകൾക്കൊക്കെ അഭിരാമനല്ലേ. രാമകൾ എന്ന് പറഞ്ഞ സുന്ദരികള്. വാരുണിയോടും കാന്തിയോടും എന്നോടും ചേർന്ന് മതിവരോളം അഭിരമിച്ചാലും നിന്റെ കിരീടം വരുണാലയത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. വജ്രം പതിച്ച കിരീടം ചാർത്തി നീല കൗശേയങ്ങൾ അണിഞ്ഞ് ഞങ്ങളെ പൂർണ്ണ കാമകളാക്കിയാലും പ്രഭോ, നിന്റെ പരിരംഭണത്തിനും കൊതിച്ചെത്തിയ ഞങ്ങളെ നിരാശരാക്കരുതേ. സ്നേഹവും കാമവും ചോദിച്ചു വരുന്ന യുവതികളെ നിരുത്സാഹരാക്കുന്നത് പാപമാണെന്നറിയുക. ഇതൊന്നും അറിയാത്തതല്ലോ അങ്ങ്. ഇങ്ങനെ പറഞ്ഞ് ദേവനാരിമാർ ദേവന്റെ സമീപത്ത് നിന്നു. കാനനം അതിമോഹനമായി. ബലരാമനിൽ കാമഭാവം ഉണരുകയും ചെയ്തു. അദ്ദേഹം ദേവിമാരെ ചുറ്റുമിരുത്തി സ്വകാര്യ സല്ലാപത്തിൽ ഏർപ്പെട്ടു. പെൺകൊടിമാരുടെ തേൻവെന്ന വാക്കുകൾ സംഘർഷണനിൽ ആഹ്ലാദത്തിന്റെ കൊടിമരം മുറിച്ചു. അവരുടെ സൗന്ദര്യത്തിൽ മുഴുകി രതിലോല ചിത്തനായി കടമ്പിൻ ഛായയിൽ ബലരാമനിരുന്നു. ഓരെ പുണ്യവിടെ. ഈ സമയത്താണ് കേശവൻ വനചരന്മാരുടെ നേതാവമൊത്ത് പർവ്വതത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. ഒരു ഫോണും കൂടിയില്ല വിളിച്ചന്വേഷിക്കണമെങ്കിൽ. വനത്തിന്റെ സുരക്ഷ പരിശോധിച്ചറിയാനാണ് ഭഗവാൻ പോയത്. ഇങ്ങനെ മത്തും അക്കിരൊരിക്കലിരിക്കാനല്ല. ഏതു സമയത്തും ജരാസന്ധൻ എത്താം. അവനോ തന്റെ കരം കൊണ്ട് അധ്യനുമല്ല. ആ സ്ഥിതി കൂടി രക്ഷപ്പെടുകയേ മാർഗമുള്ളൂ. ഒരു തരത്തിൽ പിന്മാറ്റം ഒളിച്ചോട്ടം തന്നെയല്ലേ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു ഭഗവാൻ. പിന്മാറ്റവും തന്ത്രപരമായ മുന്നേറ്റവും രാഷ്ട്രതന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതൊന്നും തെറ്റല്ല. എപ്പോഴോ കാട്ടുജാതിക്കാരുടെ നേതാവ് പറഞ്ഞു, ഭഗവാനെ, ഈ പർവ്വതത്തിന് മുകളിൽ വഴി അറിയാത്തവർക്ക് എത്തിച്ചേരുവാൻ ആവുകയില്ല ഭഗവാനെ. തടപ്രദേശത്തിലെ വൻകാട്ടിൽ അലഞ്ഞു മരിക്കുവാനേ കഴിയൂ. ഭക്ഷണവും പാനീയവും ഇവിടെ യഥാസമയം നമുക്ക് ലഭിക്കും. ചുറ്റും കാണുന്ന കൂറ്റൻ പാറകൾ കടന്ന് ശത്രുക്കൾക്ക് കയറി വരുവാൻ കഴിയുകയുമില്ല. അതേസമയം ഇതുവഴി പോയാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രതീരത്തെത്താം. എല്ലായിടവും സുരക്ഷിതം തന്നെയാണ് പ്രഭോ എന്ന് പറഞ്ഞു.
അപ്പോ നേതാവിന്റെ വാക്കുകൾ മാധവൻ ഉൾക്കൊണ്ടു. വനനേതാവിന്റെ. അയാളെ ഭവനത്തിലേക്ക് തിരിച്ചയച്ചതിന് ശേഷം കേശവൻ തനിയെ നടന്നു. അനി അങ്ങ് പോക്കോളൂ, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേച്ചു. മനോഹരമായ ആ സായാഹ്ന മാധവനിൽ സ്മൃതിയുടെ ചിത്രപേടകം തുറന്നു. എന്താ സ്മൃതി? ആകാശത്ത് പച്ചില കുട വിരിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു പേരാലിന്റെ ചുവട്ടില് മാധവൻ അങ്ങനെ ഇരുന്നു. അപ്പോഴോ ആ കണ്ണുകളുണ്ട് അനന്തതയിലേക്ക് നീണ്ടു. ഭഗവാന്റെ കണ്ണുകൾ അടുക്കിന് ഉയർന്നു പോകുന്ന നീല കോരിച്ചാർത്തിയ പർവ്വതനിരകൾ, അവിടെ വെള്ളി വരകൾ പോലെ കുതിച്ചു വീഴുന്ന നീർച്ചോലകൾ, എല്ലാം കൊണ്ടും സൗന്ദര്യത്തിന്റെ ഉറവിടം തന്നെ. ഈ മലമുകളിൽ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപനെയും യശോദയും ഓർക്കും. അമ്പാടിയും വൃന്ദാവനവും മനസ്സിൽ തെളിയും. രാധയും ഗോപികമാരും കൺമുന്നിലെത്തും. ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ ചന്ദനമരത്തണൽ രാധയുമൊത്ത് തുടർന്ന രാസക്രീഡ മനസ്സിൽ ഉണരും. ഇപ്പൊ രാധ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം എന്റെ പൊന്നുണ്ണിക്കണ്ണൻ ആഗ്രഹിച്ചു പോയി. ആ ദിനങ്ങൾക്ക് എന്നും ഹൃത്തടത്തിൽ നിത്യഹരിതം തന്നെ. അതിന് മങ്ങലേൽക്കലില്ല. പഞ്ചപാണ്ഡവരും കുന്തിയും മനസ്സിൽ തെളിയും. അടുക്ക് കൗരവർ ശക്തി പ്രാപിക്കുകയാണ്. കൗരവകുലത്തിലെ മഹാരഥന്മാർ ചോറുകൊണ്ട് ദുര്യോധനാദികളോട് കൂറ് കാണിക്കുന്നു. പക്ഷേ മനസ്സ് ധർമ്മപുത്രാദികളോടാണെന്ന് സത്യം തന്നെ. ചോറുണ്ണണ്ടേ? അതിന് വേണ്ടിയിട്ട് പാണ്ഡവന്മാർക്ക് ഇവർക്കൊന്നും ചോറ് കൊടുക്കാനില്ലേ ഒരു കഴിവ് ആദ്യകാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പുറത്തു പറയുവാനാവാതെ സൂക്ഷിക്കുന്ന പല സത്യങ്ങളും കർമ്മമണ്ഡലത്തിൽ എത്തിയില്ലെങ്കിൽ ജഡം തന്നെയാണ്. പെട്ടെന്ന് മനസ്സിൽ മറ്റൊരു മുഖം തെളിഞ്ഞു. എന്താ അത്? വിദർഭയിലെ രാജകുമാരുടെ വീള കലർന്ന ലളിത കോമളമായ മുഖം. ആരാ? രുക്മിണി ദേവിയുടെ മുഖം. അന്ന് കണ്ടുവല്ലോ ഇക്കാര്യം. ആ മുഖം ഒന്ന് ഓർമ്മയിലേക്ക് എത്തി. പരാജിതനായ സഹോദരന് വധിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന രുക്മിണിയുടെ ഓമനത്വം തുളുമ്പുന്ന വദനം. വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പം എൻ്റെ ഏട്ടനെ കൊല്ലല്ലേ പ്രഭു ഭഗവാൻ എന്ന് പറഞ്ഞ് ആ ഓമനത്വമുള്ള മുഖം ഒന്ന് മനസ്സിലേക്ക് വന്നു. തങ്കത്താമരയുടെ കാന്തിയുള്ള ആ മനോരഞ്ജ മുഖം മനസ്സിൽ പതിഞ്ഞു. ആ സമയത്ത് കാലത്തിന്റെ നിയോഗമോർത്ത് കണ്ണിൽ നിന്ന് ചിരിച്ചു. തനിയൊരു ചിരി വന്നു പോയി ഭഗവാന്. പിന്നിലാരോ മുരടനക്കി. അതാരാ? സ്മരണകൾ തുളുമ്പിപ്പൊലിഞ്ഞു. നല്ലൊരു ദിവാസ്വപ്നം പോലെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കൊന്നുമല്ല മുരടനക്കിക്കൊണ്ട്. കേശവൻ തിരിഞ്ഞു നോക്കി. അല്പം മുമ്പ് സമീപത്തു നിന്ന് മറിഞ്ഞ വനചര നേതാവ് ഭവ്യതയോടെ ദിവ്യപാദങ്ങളിൽ കുമ്പിട്ടു. എഴുന്നേൽക്ക്, എന്താ ഇത്ര പെട്ടെന്ന് എന്ന് ചോദിച്ചു. പ്രഭു കേശവ, അങ്ങ് അരുളിയതുപോലെ ഒരു പടപ്പുള്ള കൂട്ടത്തെ കാട്ടിൽ നിന്നും കരുതിയിട്ടുണ്ട് അടിയെ. മെയ്ക്കരുത്തും മനക്കരുത്തുമുള്ളവരാണവര്. തുള്ളാത്തവരാണവര്. തുണ തെറ്റിക്കാത്തവരാണവര്. ചുണയുള്ള കരുമാടി കുട്ടികളാണവര്. അക്കലെ ചരുവിൽ നിരത്തിയിരിക്കുന്ന അവരെ വിളിക്കട്ടെ അടിയൻ എന്ന് ചോദിച്ചു. അവർക്ക് ആയുധവിദ്യകളൊന്നും അറിയുകയില്ല. കല്ലും മരവും കമ്പും ആണ് അവരുടെ ആയുധങ്ങൾ. കേശവൻ അത് കേട്ടു പറഞ്ഞു. താങ്കൾ എന്റെ വിശ്വസ്തനാണ്, നിഷ്കളങ്കമായ മനസ്സുള്ളവനാണ്. കൂട്ടാളികളെ നമുക്ക് ആയുധവിദ്യ അഭ്യസിപ്പിക്കാം. ബലത്ത ഒരു സൈന്യത്തെ നമുക്ക് സജ്ജമാക്കാം. അവരെ വിളിക്കൂ, ഞാനൊന്ന് കാണട്ടെ. ഇങ്ങനെ ഭഗവാൻ അവരെ വിളിച്ചു കാണുന്നതായ സമയത്ത് നമുക്ക് നാളത്തേക്കുള്ള കോപ്പ് കൂട്ടിയിട്ട് റെഡിയായിട്ടിരിക്കാം. നാളെ പറയണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ ആയുധാഭ്യാസമാണ് ഇപ്പൊ. ഇനി ആയുധാഭ്യാസം പഠിപ്പിച്ചു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. പറയുന്നു, ഇന്നത്തെ കർമ്മമെന്താണ് അടിയനെ? ഭഗവാൻ ആജ്ഞ തന്നാലും എല്ലാം ഒന്നൊന്നായി ചെയ്തു കൊള്ളാം. അതിനൊരു കഴിവും നൽകണേ കൃഷ്ണമൂർത്തേ. എന്നാലാവുന്നതെല്ലാം തിരുവഴിയുടെ തൃപ്പാദ പൂജ പ്രണാമത്തിനായി ഞാൻ ചെയ്തു കൊള്ളാം. അരൂപ ഹൃദയേ മാധവ മാ ഫലേഷു. ആ വനവേടൻ പറഞ്ഞ വാക്കുകളാണത്. ശ്ലോക രൂപത്തിൽ അത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.